ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ, ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക്, അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണത്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്ന് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്, അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച മെസ്സേജുകൾ അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരാളും ഇത് ഇൻവോൾവ് അല്ല. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് പൊന്നൂസ് നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് അവള്. താങ്ക് യു. ഈ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ ഭയങ്കര ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ ആദ്യമേ അമലിനെ കുറിച്ചുള്ള ചാറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വെളിയിൽ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു പേരായിരുന്നു പൊന്നൂസും അതിനകത്തുണ്ട്, പൊന്നൂസുമായിട്ട് പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് കുഞ്ഞാറ്റുണ്ടെങ്കിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്, അങ്ങനത്തുള്ള ഒരു കാര്യമില്ല. പൊന്നൂസിനുണ്ടെങ്കിൽ തനിക്ക് അറിയാവുന്നതാണ്, പൊന്നൂസ് തൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇത് കണക്ക് ചുമ്മാ ഉണ്ടെങ്കിൽ ഇത് കണക്ക് പൊന്നൂസിൻ്റെ പേര് വലിച്ചിടുന്നതാണ്, അതല്ലാതെ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ പൊന്നൂസ് ഇതിനകത്തൊന്നും ഇല്ല. ഈ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. അവരുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സോ ആൾക്കാരോ ഒന്നുമല്ല, സാധാരണ ആൾക്കാരെന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുള്ളത്.